നിനക്ക് ഈ കഥ ഓർമ്മയുണ്ടോ? ആ, ഈ തൊപ്പി കച്ചവടക്കാരന്റെയും ഈ കുരങ്ങന്മാരുടെയും കഥ നമ്മൾ ഒരുമിച്ചല്ലേ വായിച്ചത്? ആ, എന്ത് രസായിരുന്നു ഈ കഥ. ആ, ഈ തൊപ്പി കച്ചവടക്കാരനെയും ഈ കുരങ്ങന്മാരെയും എനിക്ക് ഭയങ്കര ഇഷ്ടാ. ഈ നാടോടി കഥ നമ്മുടെ ക്ലാസ്സിലെ എല്ലാവർക്കും ഇഷ്ടാ. ഒരു തൊപ്പി കച്ചവടക്കാരൻ ഒരു ദിവസം കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അയാൾക്ക് വയ്യ ഉണ്ടായി. അപ്പോൾ അയാൾ അവിടെ ഒരു മരച്ചുകുട്ടിയിൽ കുറച്ചേരം വിശ്രമിച്ചു. പിന്നെ കച്ചവടം ചെയ്യുമ്പോൾ അയാളുടെ തൊപ്പികൾ കാണാനില്ല. ആ തൊപ്പികളെല്ലാം എവിടെ പോയി? ആ കുരങ്ങന്മാരെല്ലാരും കൂടി അത് എടുത്തിണ്ടാവും അല്ലേ? ആ കുരങ്ങന്മാരെടുത്തിട്ട് ആ തൊപ്പി കച്ചവടക്കാരനെ പറ്റിച്ചിട്ടുണ്ട്. ആ തൊപ്പി കാണാണ്ടായപ്പോ ആ തൊപ്പി കച്ചവടക്കാരന് നല്ല വിഷമം. ആ തൊപ്പി കച്ചവടക്കാരന് ഒരു സൂത്രം തോന്നിണ്ടാവും. ആ തൊപ്പികളെല്ലാം ഞാൻ തലയിൽ വെച്ചപ്പോഴല്ലേ ആ കുരങ്ങന്മാർ വന്ന് അത് തലയിൽ വെച്ചത്. അപ്പോൾ ഞാനത് എറിഞ്ഞാൽ അവരും അത് എറിയില്ലേ? അതെ, എനിക്ക് ആ തൊപ്പി കച്ചവടക്കാരന്റെ സൂത്രമാണ് ഇഷ്ടമായത്. എന്താണ് മനസ്സിലായത്? പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾ ബുദ്ധി ഉപയോഗിച്ചാൽ നമ്മൾക്ക് എന്തിനേയും മറികടക്കാം. ശാന്തമായി ചിന്തിച്ചുകൊണ്ടാണ് അയാൾക്ക് ആ തൊപ്പി തിരിച്ചു കിട്ടിയത്. എനിക്ക് ഈ കഥ കഴിഞ്ഞപ്പോൾ തൊപ്പി വിൽപ്പനക്കാരന്റെ ബുദ്ധിയും കുരങ്ങന്മാരുടെ കുഞ്ഞു കുസൃതിയുമാണ്